ആ ഇറങ്ങ് ഇറങ്ങ്, എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണു വാ. ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജൻ. ഉറക്കം വന്നോടാ? കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളെ ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ? ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം. നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നേട്ടാ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസം ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ? എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയണ്ട, ഇവിടുന്ന് പോയണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ. വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്നു. അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്റർ ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണ്ടെന്ന് വിചാരിച്ചാലും ചേട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം. അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. ജോൽസിനല്ല, ഞാനാ പറയുന്നേ. ഇന്ന് നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോത്സരെ, ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ, ഇതിൽ തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിനിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? ഉപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചേ. രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ. സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരുത്തുള്ളൂ. നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്കാം. പകരം നീ വരുവോ?
അവൾക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലല്ലെന്താ, പെണ്ണല്ലേടാ. വരാനാ പറഞ്ഞേ. വാടി വിട് എന്റെ ചേച്ചിനെ വിട്. വാടി. കാലല്ലേ, ഞാൻ തടവാം. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ചേട്ടൻ. നീ തടവോടാ? ഏട്ടാ വേണ്ട ഏട്ടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ഡേയ് ഇവിടെ വാടാ. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ ചേട്ടാ. അവന് കൈവേദന കാണും. ഞാൻ തടവി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. കൈ നന്നായിട്ട് തടവി. ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ, നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട് ഏയ് ഏയ് ആസ്പത്രി പോയി ബലം ശരിക്കും കൂടിയോടാ. ഇനി ആസ്പത്രി അല്ല, നേരെ മോർച്ചറിക്ക. ചേട്ടാ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശ നീ പോ. ഹലോ, നീ മുരുകേശനല്ല, ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്. അവനല്ലേ നിന്നെ ചുരുട്ട് വെച്ച് പൊള്ളിച്ചത്. പിന്നെ അവനെന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ കുറുമയാവാൻ പോവാ. അതിന് വേറെ ആളെ നോക്ക്. ആട് സംസാരിക്കുന്ന ആടെങ്ങനെയാട്ടാ സംസാരിക്കുന്നേ? നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോടൊന്ന് അന്വേഷിക്കണ്ടേ? ആഹാ, വാ 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 വാ. ഇവിടെ വാടാ. ചേട്ടാ, എന്താ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോടാ അത്? പറഞ്ഞു ചേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്. അറിയാതെ വന്നതാ. ഈ വഴി ശരി ശരി, ഓടിച്ച് ഇപ്പൊ പോടാ, പറഞ്ഞിട്ടേക്കാം വേഗം ചേട്ടാ, ചെല്ല്. ഇപ്പൊ പറഞ്ഞിട്ടേക്കാം. ഓ, വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി, എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടെ ദേവി, എന്താ ഞാൻ എന്താ പറഞ്ഞൊന്ന് കേക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ്, അണ്ണന് ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. സൂക്ഷിക്കണേ. ബൈ. ഡേ വേണു, ഇവിടെ വാ. ഏയ്, വാ, വാ, പോകാം. എന്താ നോക്കുന്ന? പോകാന്ന്. എവിടെ? എവിടെയെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ടീ. ഏയ്, ഇന്നെന്റെ കല്യാണോ? അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ പിന്നെന്ത്, ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ? മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിന്ന് പറയുന്നേ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നമുക്കത് വാങ്ങി. എന്താ? പാചകം പഠിക്കണോന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ്, ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചു വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ?
ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ആര്? ഹലോ? ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു അകത്തെന്താ ചെയ്യുന്നേ? വെളിയിലുള്ളത് ചിലത് അകത്ത് തോന്നി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ 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 മുരുകേശാ, എന്താടാ ഒന്നും എന്താ സിനിമയാണ് ഇടാമോ എന്ന്? അച്ചി, നോക്കടാ. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അച്ചി, പോടാ. ഏയ് ഡോക്ടറെ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ? നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ. എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. ഓ, എന്താ അറിയില്ലേ? ഡോക്ടർ ഇത്? എവിടെ നിന്ന് ഏയ്, ഹാൻഡിൽ വാ. ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്തുമാത്രം മിശ്രം നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. ചി, പോടാ, നായിന്റെ മോനെ. ഏയ് ഡോക്ടർ, നോക്ക്. നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ എന്റെ പാർട്ട്ണർ എഴുന്നേറ്റിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ സാർ മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക് ഞെക്ക്. ആ, നീ എന്റെ കൂടെ വാ. വാ വാ വാടാ. വാ കോച്ചാ, വന്നാലേ ഞെക്ക് ഞെക്ക്. കഷ്ടം. ഇരിക്കുന്ന ഇരിപ്പ് കൊണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എടി, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി, പറയാം. എന്ത് പറയാം? അത് തന്നെ പ്രേമിക്കുന്നെന്ന് പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവൂ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില് കേട്ടോ? ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്. നീ ഒരു ക്രിമിനൽ ആടി. താങ്ക്സ് ഡാ. ഇത് ഡയമണ്ടിന്റെ റോ മെറ്റീരിയൽ കിംബർലൈറ്റ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂവെന്നാണ് വിശ്വാസം. എന്നാൽ ഇന്ത്യയിലും കിട്ടും. ഇത് ഖനനം ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം തരില്ല. എന്തെന്നാൽ കിംബർലൈറ്റ് ഖനനം ചെയ്തെടുത്താൽ ആ ഭാഗത്ത് ഭൂകമ്പമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രഹസ്യമായി വച്ചിരുന്ന രേഖകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. കണ്ടോ നിന്റെ ചേട്ടൻ ഗവൺമെന്റ് അറിയാതെ അന്യായത്തെ? ഒടുങ്ങിയ ഉറപ്പായിട്ട് അഴിയുന്നു. ഞാനെന്റെ അച്ഛനെ തേടിയാ വന്നേ. എന്നാ സൂപ്പർ മാറ്റർ കയ്യിൽ കിട്ടി. വെക്കും നിന്റെ ചേട്ടനൊരു പാര. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ അയ്യോ, ഇവിടെ എന്നാ ചെയ്യുന്നേ? കോച്ചാ, ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഓർമ്മ തിരിച്ചു കിട്ടി. ഓർമ്മ തിരിച്ചു കിട്ടി. ആ, എന്നാ, അമർത്ത് അമർത്ത് അമർത്ത്. അവനല്ലേ? അമർത്ത്. പറഞ്ഞില്ല, അവൻ തന്നെയല്ലേ ഇത്? ചേട്ടാ, നിങ്ങൾക്ക് അറിയില്ല? പറയലിയ, പറ, അവനല്ലേ? അയ്യോ, മാറിക്കോ മാറിക്കോ. ദേ കൈ ചൂണ്ടുന്നു. ഭഗവാനേ, ഏഴുമല വാസ വെങ്കടേശ്വര ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ. അയ്യോ, ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഓ, ഭഗവാനെ കൈ കാണിച്ച് കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാൻ നേർച്ച നിറഞ്ഞു. എവിടെ ഇനി മുട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചോണ്ട് പോയല്ലോ. അളിയാ, പറയലിയ, പറയലിയ, പറ. അങ്ങോട്ട് ദേ കയറാനിരിക്കുന്ന രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഓ, സമാധാനം ഇരിക്കെ. സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ, വേറെ വഴിയില്ലല്ലോ. ഗോവിന്ദ 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 ഗോവിന്ദ. ഗോവിന്ദ. ഏയ്, കോച്ചാ, കോച്ചാ, കോച്ചാ. അയ്യോ, നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ? എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകുന്നത്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ.
ഡേയ്. വാടാ, വാ. ചേട്ടാ, ആ ശിവദാസന്റെ മോൻ ഇവിടെയുണ്ട്. അവനോ പിടിക്കേ. ഏയ്, നിക്കവിടെ. എവിടെ പോയി? എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട, വാ. ഏയ്, നോക്കടാ. പുറകെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കെട്ടിക്കോ? അപ്പൊ നീ എസ്കേപ്പിടാ. എന്നെ പ്രേമിക്കുന്നു, കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. ശരി, വാ. കല്യാണം നടക്കരുത്, അതല്ലേ? കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങുമോ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? കറക്റ്റ്. ഏയ് ഡോക്ടർ. സാർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ? അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? ഏയ്, അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി വീണ്ടും ഭഗവാനാ? ഗോവിന്ദ 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 ഗോവിന്ദ. എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ. അപ്പ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ലേ തനിക്ക്? പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്. അപ്പോഴറിയാം അവൻ ആരാണെന്ന്. എന്താടാ ഇയാൾ ലോറി എടുത്തോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകാനാ പറയുന്നത്. അയ്യോ, ക്വാറിയില് ഉണ്ടെന്നോ? ലാപ്ടോപ്പ് അവൻ ലാപ്ടോപ്പ് തുറന്നു. 10 നിമിഷം മതി. അവനെ വിടരുത്. പാർട്ണറെ വെബ്കാമിനടുത്തേക്ക് ആ കൊണ്ടുപോകാം. ശരി ശരി. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. വണ്ടിയിടടാ, ഇവനെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടടാ. ഏയ് വാടാ, എടുക്കടാ ബാഗ്. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പാർട്ണർ, എനിക്കവനെ കാണിച്ചതാ. വാടാ, ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? പറയടാ പാർട്ണർ. ഇവനാണോ? ഇവനോ? അല്ല. ഇവനാണോ പാർട്ണർ? കമോൺ പറയൂ പാർട്ണർ. അല്ല. ഇവനാണോ? ഇവനാണോ? ഇവനാണോന്ന്? ഇവനല്ല. മൂത്രൊഴിക്കാൻ കണ്ട നേരം. വാടാ, ഇവനെ നോക്കി പറയേ പാർട്ണർ. ശരിക്കും സൂക്ഷിച്ചു നോക്ക്. ആണോ പാർട്ണർ?
ഇവനെ നോക്കി ആരാടാ ഫാൻ ഓൺ ചെയ്ത്? സാറിന്റെ മുഖത്ത് പൊടിയാതെ കണ്ടില്ലേ? പാർട്ണർ പാർട്ണർ കേൾക്കുന്നില്ല. അയ്യോ സൗണ്ട് കട്ടായി, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? പാർട്ണർ ഇവനാണോ അവൻ? പറയ് പാർട്ണർ. ഇതെങ്ങനെയാണോ ഊരി പോയത്? ഇവനാണോ? പാർട്ണർ പറയ് പാർട്ണർ. സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. പാർട്ണർ എന്താ എന്താ സാർ? അയ്യോ ഈ വയർ എവിടെ കുത്തേണ്ടതെന്ന് അറിയില്ലല്ലോ. അയ്യോ ആരെങ്കിലും പറ എവിടെയാ കുത്തേണ്ടതെന്ന്. ഒരുപാട് ദേഷ്യപ്പെടാതെ സാർ, ഒന്നും പറയില്ല. ആരാ നിന്നെ അടിച്ചത്? പറയൂ കോച്ച, എനിക്ക് അവനെ കൊല്ലണം. ഡോക്ടർ. ഡോക്ടറോ? ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. ആ ഡോക്ടറെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവാ. എന്താ ചെയ്യുന്നത് ഇപ്പൊ ഗോച്ച? ഗോച്ച ഉള്ളതും പോയോ ഗോച്ച? എന്റെ പാർട്ണർ പറഞ്ഞാടാ, അവൻ ഈ കോറിയിൽ തന്നെ അയാളെ നാക്കെടുക്കാൻ വയ്യാതെ കുഴകഴാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വാ കൊണ്ട് സാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ കോറിയെന്ന് കേൾക്കും. മുതലാളി, ശിവദാസന്റെ മോനെന്താ മണ്ടനാ ഇവിടെ വരാനായിട്ട്? അവന്റെ അച്ഛനെ അന്വേഷിച്ച് പോയി കാണും. എന്താടാ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ കാണും. അവൻ എങ്ങനെയെങ്കിലും ഉള്ളി കിടന്നവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് കൊച്ചിയിൽ കടന്നു കാണും. കൊച്ചി എന്റെ കോട്ടയാടാ. അവൻ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പിടിച്ചിരിക്കും ഞാൻ. അവിടേക്ക് നോക്കിയത് മതി, പെട്ടെന്ന് വാ. അവനുണ്ടോ നോക്കണം, വേഗം വാ. ഉള്ളി പോയി നോക്ക്. എന്താ സാർ, റമ്മിയാ? പോയിന്റ് എത്രയായി സാർ? 250. ഡ്രിങ്ക്സ്, സ്വീറ്റ്, പെണ്ണുങ്ങൾ വല്ല കിട്ടുമോ സാർ? എന്താ സാർ? എടാ, അവൻ വന്നിരുന്നോടാ. ആരാ സാർ? ആരാ? നിന്റെ തന്ത, ആ ശിവദാസന്റെ മകൻ. എന്റെ അടുത്ത ലക്ഷ്യം അവനാടാ. എന്റെ മകൻ വന്നല്ലേ? എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? നിന്റെ മോന്ത കണ്ട അറിയില്ലടാ. കൈയെല്ലാം കിടുകിടാന്ന് വരയ്ക്കുന്നു, വേർത്ത് പോയല്ലോ. കോട്ടവാസു ഭയന്ന് തുടങ്ങിയടാ. എന്താടാ, എന്റെ മോൻ വന്നല്ലേ? അതടാ, വന്നിരുന്നു. ഇവിടെ നിന്ന് അവൻ പോകില്ല, ജീവനോടെ പോകാമടാ. വാ, എഴുന്നേക്കടാ. വേഗം നടക്ക്, വേഗം നടക്ക്. ആ എവിടെയാടാ പോകുന്നേ? പോടാ. എവിടെ പോയിട്ട് വരുന്ന ആ ചെക്കൻ? വാടാ. എവിടെടാ പോയെ? എവിടെ പോയെന്ന്? ചുറ്റും 12 കിലോമീറ്റർ പാറയാ. ഇവിടെ നിനക്ക് എവിടെ നിന്നാടാ പേരയ്ക്ക് കിട്ടിയത്? സത്യം പറ, എവിടെ പോയെന്ന്? പറയില്ല. പറയടാ. പറയില്ല. കൊച്ചു ഈ കൊച്ചി രാജ്യയിലുള്ള പേടിയൊക്കെ പോയോ? ആ കോട്ടവാസ് ഇവിടെ വന്ന്
ഏതോ ശിവദാസന്റെ മോൻ ക്വാറിയിലുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് കളിയാക്കിയത് കൊണ്ടാ ഈ കൊച്ചു പയ്യൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക പറിക്കാൻ പോയതെന്ന് പറഞ്ഞത്. എന്നെ പറ്റിക്കുന്നോ? ഏയ്, എന്താ വേല ഇറക്കുന്നോ? ഇവൻ എവിടെ പോയതെന്ന് പറയുന്നവരെ ഇവിടെ തന്നെ കിടക്കണം. ഞാൻ അറിയാതെ ആരെങ്കിലും സംരക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതി. ഏയ്, ഇത് സാധാരണ വാക്കല്ല, ഈ കൊച്ചി രാജയുടെ വാക്കാണ്. ആരെങ്കിലും ഇത് തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും. മോനെ, എവിടെ പോയി ഇവൻ? ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ഇവന് വിശക്കില്ലേ? മോനെ, എവിടെയാടാ? ഇവിടെ വാ, ചേച്ചിയെ വിളിക്കുന്നേ. ഇവിടെ ആരുമില്ലേ. അവൻ എവിടെ പോയി? മോനെ, എന്റെ ദൈവമേ. ചേട്ടാ, മോനെ എവിടെയെങ്കിലും കണ്ടോ? അവനെ കണ്ട ഇങ്ങോട്ടൊന്ന് വരാൻ പറ. മോനെ, ഇവൻ എവിടെ പോയിട്ട് വരുമായിരുന്നു വേണു. കൊച്ചി രാജാവിനെ തടഞ്ഞു നിർത്തി വെരട്ടി ചോദിച്ചു. ഇവൻ ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന് ഇരുമ്പ് വടി കൊണ്ട് ഇവന്റെ തലയിൽ അടിച്ചടാ. വേണ്ട വേണു. എത്ര പ്രാവശ്യം ചോദിച്ചാ കൊച്ചി രാജ എവിടെ പോയെന്ന് വാ തുറന്നങ്ങ് പറഞ്ഞാ പോരെ? അതവന്റെ തലയെഴുത്തറ. വേണു, വേണ്ടടാ വേണു, വേണ്ട. ഇത് ചോദിക്കാൻ പോയാ അവൻ കൊന്നുകളയും. വാടാ, വാ പോ. ഏയ്, എത്ര പ്രാവശ്യം പറഞ്ഞടാ, ചെവി കേട്ടൂടാ നിനക്ക്? നിനക്കൊക്കെ ചാവാൻ ഭയം, എനിക്കതില്ല. ശിവദാസ് മാമൻ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു ഏട്ടാ. എന്നെ വിരട്ടിയിട്ടും ഞാൻ പറഞ്ഞില്ല ഏട്ടാ. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോടാ. വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോടാ. എന്താടാ നോക്കുന്നേ? നീ അടിച്ച വാങ്ങാൻ ഞാൻ നിങ്ങളുടെ മുരുകേശനല്ല, ശിവദാസന്റെ മകൻ വേണു. വേണുഗോപാൽ.
അദ്ദേഹം പറഞ്ഞ പോലെ നടന്നു അല്ലേ? ഉണ്ടായാലും ഇതുപോലൊരു മോനുണ്ടാവണം അവിടെ. ഈ ജനങ്ങൾക്ക് വേണ്ടി കൊച്ചി രാജയെ കൊന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. എന്നാൽ കോട്ടവാസുവിന്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കും? അച്ഛൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ കൊണ്ട് വരൂ. നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടി പുറപ്പെടാൻ നോക്ക്. നീ ശിവദാസന്റെ മോനാ. നീ എവിടെ തിരിഞ്ഞാലും നിന്റെ അച്ഛനെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കോട്ടവാസു നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ലടാ. അയാളെ പറ്റി നിനക്കറിയില്ല. ഒരു നിമിഷത്തിൽ അയാൾ 3 തല വെട്ടി താഴെയിടും. ഇത്രയും നാൾ കൊണ്ട് എത്ര തല അയാൾ വെട്ടിയിട്ടുണ്ടെന്ന് കണക്കില്ലടാ. നിന്റെ ആളുകൾ അവിടെ ചാവാൻ പോകുന്നടാ. നീ ഇവിടെ അവരെ പിടിച്ചകത്തിടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. വേഗമാവട്ടെ. ഒരുത്തൻ പോലും മിസ്സാവരുത്. എല്ലാവരും കയറ്റടാ. എന്താടാ നിങ്ങളുടെ നേതാവ് ശിവദാസനെ അകത്താക്കിയപ്പോ എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പൊ അവന്റെ മകൻ വന്നപ്പോ എല്ലാവർക്കും കൊമ്പ് മുളച്ചോടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. കേറ്റടാ. എല്ലാവരും പിടിച്ച് കയറ്റ്. അയ്യോ, ഞങ്ങൾ ഒന്നും ചെയ്യില്ല സാറേ. അങ്ങ് പറയുന്ന പോലെ ചെയ്യാം സാറേ. അയ്യോ, പണിക്കാരെ, നിങ്ങളുടെ മക്കളെല്ലാം ബീഹാറിലോ ഒറീസയിലോ എത്താൻ പോകുന്നു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ കുട്ടികളുടെ കൈകാലുകൾ തല്ലിയൊടിച്ച് ബോംബെ പ്ലാറ്റ്ഫോമിൽ പിച്ചെടുക്കാൻ വിടുപെടാം. എന്റെ അനിയനെ വിടാൻ പറയട്ടാ. വിടാൻ പറ. വെറുതെ കിടന്ന് കരയാതെ. എങ്ങനെ വിടാനാ? എന്തെങ്കിലും ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇപ്പൊ ശിവദാസിന് മോൻ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ചതിക്കപ്പെട്ടാരാ? നിങ്ങളല്ലേ? അനുഭവിക്ക്. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ആ പോ 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 പോ. അവിടെ ഒരുത്ത അടിച്ചിട്ട് ഓടുന്നടാ. പോ പോ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. കോട്ടവാസു എന്ന് പറഞ്ഞാ വെറുതെയാ. എല്ലാരും കേട്ട്. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. കുറച്ചു നേരം ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ ഇരിക്കും.
ശിവദാസന്റെ മോൻ വന്നോടാ. ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ, കൊച്ചി. ഇവിടെ ശിവദാസന്റെ മോൻ വന്ന് എന്ത് ചെയ്യാനാടാ? എല്ലാരെയും പിടിച്ചു കയറ്റ്. ഏയ്, എന്താടാ വിചാരിച്ചേ? ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ. തലതെറിച്ച പയ്യനാ സാറേ ഇവൻ. രക്ഷപ്പെട്ട് ഓടാൻ നോക്കി. ആ ബസ്സിൽ സ്ഥലമില്ല, ഈ ബസ്സിൽ കയറ്റാന്ന് വിചാരിച്ചു. ഡേയ്, ഇനി ഓടാ. ഇവനെ കൊണ്ടാ ബസ് കയറ്റ്. കൊണ്ട് കയറ്റാ. പോ. പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചത് ഞാനല്ല മുതലാളി. അമ്മ സത്യമായിട്ടും അവർ ഒളിച്ചിരുന്ന എനിക്ക് അറിയില്ല മുതലാളി. ഏയ്, ആരാടാ ഇങ്ങനെ ചെയ്തത്? ആരാടാ? ചേട്ടാ, 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 കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. കോട്ടവാസു എങ്ങനെ മനസ്സിലാക്കി വേണം. കൊച്ചുകുട്ടികളെ എവിടെ കൂട്ടിക്കൊണ്ടുപോകണം വേണം. എന്നാൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കണ്ടുപിടിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം എന്നോടൊപ്പം തീരട്ടെ. നമ്മുടെ ആൾക്കാരെ എല്ലാം എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഈ മണ്ണിൽ ജനിച്ച എന്റെ അവസാനത്തെ ശ്വാസം. ഒറ്റൊരുത്തനെ പോലെ ഇവിടെ വിട്ടേക്കരുത്. സത്യ ബെന്നി, നിന്റെ അച്ഛന്റെ തലയാണോ വേണ്ടത്? വെട്ടടാ. കോട്ടവാസുവിന്റെ സ്ഥലത്തേക്ക് വന്ന് എന്റെ ആള് കൊച്ചി രാജയെ കൊന്നോടാ. ഇപ്പൊ കൊല്ലടാ. ഇവനാണോ വരുമെന്ന് പറഞ്ഞത്? നിന്റെ കൺമുമ്പിൽ തന്നെ ഇവനെ കൊന്ന് എടുത്തുകൊണ്ടുപോയി എന്റെ ഗോച്ചയുടെ കാൽക്കൽ വെക്കുമെടാ. എന്നെ പറ്റി ചിന്തിക്കണ്ട. ജനങ്ങളെ രക്ഷിക്കണം. കൊല്ലടാ ഇവനെ, കൊല്ലടാ. കണ്ടോടാ, എന്റെ മകൻ വേണു, അവൻ ജയിക്കൂടാ. കോട്ടവാസു, ഇപ്പൊ അവനെ മനസ്സിലായോടാ? നിനക്ക് മനസ്സിലായില്ലേ? നീ ആണാണെങ്കിൽ തിരിച്ചു കൊടുക്കടാ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ.
ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടാ? എത്ര പേരുണ്ടെങ്കിലും വരാൻ പറടാ, വരാൻ പറ. ആര് വന്നാലും അവൻ ഇതേ ഗതിയാടാ. ജീവനോടെ വരുമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. എന്റെ അച്ഛനെ ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തി. കൊച്ചിയിലെ കോട്ടവാസുവാണ് പോലും. കോട്ടവാസു ഇപ്പോൾ എന്റെ കാൽ കീഴിലാടാ. എന്നോട് ആണാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ആണ് തന്നെയാടാ. എന്റെ മുമ്പിൽ നീ ഇപ്പോഴൊരു ശവം. ഇനിയൊരു കോട്ടവാസുവിനോ ഗോച്ചയ്ക്കോ വാലും മുളച്ച അറുത്തുകളയും ഞാൻ. പറഞ്ഞ പോലെ ഉള്ളിൽ കടന്ന് ചങ്ങലകളെല്ലാം ഭേദിച്ച് അത്രയും ജനങ്ങളെ രക്ഷിച്ചെന്ന് വിചാരിച്ചോ? ഒരുത്തനെയും രക്ഷിക്കാൻ കഴിയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുത്തിയിട്ടുണ്ട്, മുദ്ര കുത്തിയിട്ടുണ്ട്, നക്സലൈറ്റെന്ന്. കൊച്ചി രാജയെ അടിച്ചപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു, നിന്റെ അച്ഛനെ നക്സലൈറ്റ് എന്ന് പറഞ്ഞാടാ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ അടച്ചത്. 5 നിമിഷത്തിനുള്ളിൽ ഇരുന്നിടത്തിരുന്ന് ഞാൻ എല്ലാത്തിനും നെറ്റിക്കേറ്റി. തീവ്രവാദികളുടെ തലവൻ പോലീസിന്റെ പിടിയിലായി. പോലീസുകാരെ പറ്റിച്ച ആയുധധാരികളായ തീവ്രവാദികൾ രക്ഷപ്പെട്ടു. എങ്ങനെ? നക്സലേറ്റുകൾക്ക് എൻക്വയറി ഒന്നും ഉണ്ടാവില്ല. സ്ട്രൈറ്റ് എൻകൗണ്ടറാ. നമ്മുടെ സ്വന്തം ആളാ. ഹലോ ഇൻസ്പെക്ടർ, ഷൂട്ടിംഗ് ഓർഡർ വാങ്ങി സാർ. എന്ത് പറഞ്ഞാലും കേൾക്കണ്ട, കൊന്നു തള്ളിയേക്ക്. ഓക്കെ സാർ. ഓരോരുത്തർ ചാവുന്ന ശബ്ദം കേൾക്കണടാ, കേൾക്ക്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് അച്ഛനാടാ. ജനങ്ങളെ ഒന്നും ചെയ്യലെന്ന് പറടാ. ഹലോ, കുട്ടികളുണ്ട് കൂടെ. ഹലോ ഹലോ ഹലോ. ഇങ്ങനെയൊക്കെ കരയൊന്നും എന്റെ അച്ഛനെ വിട്ടുതാടാ, ജനങ്ങളെ വിട്ടുതാടാന്നൊക്കെ പാട്ട് പാടുന്നു വിചാരിച്ചോ? ഏയ് ഗോച്ച, പോയത് എന്റെ ആളുകളല്ലടാ, നിന്റെ ആളുകളാ. ഞങ്ങളെല്ലാം കൂടി ഇപ്പൊ നിങ്ങൾ എവിടോട്ടായി കൊണ്ടുപോകുന്നേ? നീ കേടിയാണെങ്കിലേ ഞാൻ ജില്ല കേടിയാടാ. നീ ഇങ്ങനെ ഒരു തരികട പണി കാണിക്കുന്ന എനിക്ക് നന്നായി അറിയായിരുന്നു. നീ മുദ്ര കുത്തി എന്ന് പറഞ്ഞല്ലോ, ഞാനത് മാറ്റി കുത്തി. ബസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിരുന്നുകാരനുണ്ട്. ആരാണെന്നറിയോ? വേഗം പോയി അവരെ പിടിക്കേ. കേൾക്ക്, അവരെ പിടിക്കേ. എല്ലാരും പിടിച്ചോണ്ട് വന്നിട്ട് അവന്മാർ ഓടുന്നു സാർ. ഏയ്, നീ ആരാടാ? ഞാനാ സാർ കോട്ടവാസുവിന്റെ അനിയൻ. സാറിന്റെ അനിയൻ എനിക്കറിയില്ലടാ. സാർ ഗോച്ചയുടെ അളിയനാ ഞാൻ. ഈ മോന്ത കണ്ടിട്ട് ഗോച്ച പെങ്ങളെ തരുമോടാ? സാർ ഗോച്ച പറഞ്ഞില്ല സാർ. അളിയാ, അളിയാ,
പോലീസുകാരെ പറ്റിക്കാൻ നോക്കുന്നോടാ? കേറാ. ഏയ്, ആയ്. അത് രക്തം മാത്രം കണ്ട കോടാലിയ. ഇത് കുറെ ജോലി ചെയ്തതാ. ഇതുകൊണ്ട് വെട്ടിയാ എങ്ങനെ ഇരിക്കും അറിയാവോ? ധൈര്യം കൊണ്ട് വെട്ടടാ, വെട്ടടാ. എന്റെ അളിയനെ കൊല്ലടാ, ഇവന്മാരെ കൊല്ലടാ, കൊല്ലടാ, കൊല്ല്, വേഗം കൊല്ലടാ. ഇതൊന്നും നിന്റെ പോലീസ് അല്ലടാ, ശരിയായ പോലീസ്. അടിയും കൊണ്ട് ഇവിടെ ഇരുന്ന നിനക്ക് ഇത്രയും കഴിയുമെങ്കിൽ അടിച്ച് എനിക്ക് എന്തെല്ലാം കഴിയോടാ. അന്ന് നിന്റെ ലാപ്ടോപ്പ് കണ്ടപ്പോഴേ വെച്ചടാ പാര. അന്ന് തന്നെ അയച്ചു എല്ലാം നെറ്റില്. അതാ വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം വന്നിരിക്കുന്നു. സാർ, ഇവനാണ് ഇതെല്ലാം ചെയ്തത്. അതിനോ നമ്മൾ അവിടെ തന്നെ ഇരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. കോടതിയിലേക്ക് എല്ലാം നാളെ തന്നെ എത്തിക്ക്. എല്ലാം എൻക്വയറിക്ക് വിടാം. പോയി നിങ്ങളുടെ ജോലി. ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മകൻ കമ്പ്യൂട്ടർ മുഖേന എല്ലാം അറിയിച്ചുകൊണ്ടാ ഇത്രയും വലിയ ഫ്രോഡിനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഇവൻ നല്ലത് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം. ഗ്രേറ്റ് ജോബ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കം ഓൺ ബോയ്സ്, സെർച്ച് ദി പ്ലേസ്. ഗവൺമെന്റ് അറിയാതെ നിയമവിരുദ്ധമായി ഡയമണ്ട് ഖനനം ചെയ്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സഹായിയായിരുന്ന വേണു അധികാരികളാൽ ബഹുമാനിക്കപ്പെട്ടു. അതിനാൽ അവൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയേകി അവനെ കുറ്റവിമുക്തനാക്കി. നിന്നെ പോലൊരു മകന് പിതാവ് കുടപിടിക്കുന്നതിൽ തെറ്റില്ലടാ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജന്മം തന്നു ഞാനായിരിക്കാം, എന്നാൽ നീ പറഞ്ഞത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്.